ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് താളിച്ച ബീഫ് കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കണത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് 3 വലിയ സവോള അരിഞ്ഞത്, പിന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞത്, പിന്നെ ഒരു 8 പച്ചമുളകോളം വേണം. നമ്മൾ ഈ കറിക്ക് മുളക് പൊടി ചേർക്കുന്നില്ലല്ലോ, അപ്പം മുളക് ധാരാളം വേണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവയൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പച്ചമുളകൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ഇത് 1.5 കിലോ ബീഫാണ്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. പിന്നെ നമുക്കൊരു കുക്കർ എടുത്ത് അത് ചൂടാവാൻ വേണ്ടി വെക്കാം. അത് ചൂടായി വരുമ്പോൾ അതിലൂടെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് സവോള കുറേശ്ശെ വീതം നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിലോട്ട് അത്യാവശ്യം ഒന്ന് അത് വരണ്ട് വരുമ്പോഴത്തേക്ക് അതിലോട്ട് കുറച്ച് എണ്ണ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് നമുക്ക് നല്ല രീതിക്ക് ഒന്നുകൂടി വരട്ടിയെടുക്കാം. അത് വരണ്ട് വരുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് അതിലോട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് കൈയെടുക്കാതെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. എന്നിട്ട് ഇതൊക്കെ നല്ല രീതിക്ക് വരണ്ട് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് 2 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു പാത്രത്തിലോട്ട് എടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ഇടണം. ഇവയെല്ലാം എടുത്ത് നമുക്ക് വെക്കാം. എന്നിട്ട് നമ്മുടെ ഈ സവോളയൊക്കെ ഒന്ന് വരണ്ട് സെറ്റായി വന്ന സമയത്ത് നമുക്ക് ഈ മസാലപ്പൊടികളെല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഈ സവോളയിൽ ഈ മസാലപ്പൊടിയെല്ലാം കയറി എന്തായി സെറ്റായി പിടിച്ച് വരുമ്പോഴത്തേക്കിനും നമുക്കതിലോട്ട് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇറച്ചി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വീതം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഇറച്ചി മസാലകളും കൂടി എല്ലാം ഒന്ന് നല്ല രീതിക്ക് ഇളക്കിയെടുക്കണം. ഈ ഇറച്ചിയിൽ ഈ മസാല എല്ലാം നല്ല രീതിക്ക് കയറി പിടിക്കണം. എനിക്ക് കുറച്ച് നേരം ഒന്ന് കൈയെടുക്കാതെ നല്ല അടി ചേർത്ത് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കിനും ഇത് പെട്ടെന്ന് തന്നെ ഈ ഇറച്ചിയിൽ മസാല എല്ലാം കയറി പിടിക്കും. എന്നിട്ട് കുറച്ച് നേരം നമുക്ക് ഈ കുക്കറിലിട്ടുകൊണ്ട് തന്നെ ഒന്ന് വരട്ടിയെടുത്തിട്ട് നമ്മൾ മസാല എടുത്ത് പാത്രത്തിൽ നമുക്ക് 1 ഗ്ലാസ് വെള്ളത്തോളം ഈ കറിയിലേക്ക് ആവശ്യമുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം ഒന്ന് ഇളക്കി ഇതാക്കി വെച്ചിട്ട് നമുക്കൊരു വലിയ ടേബിൾ സ്പൂണോളം മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. അങ്ങനെ മീറ്റ് മസാല എന്നൊക്കെ ഇളക്കി ഇതാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 വിസിലോളം നമുക്കിതിന് അടുപ്പിക്കണം. ഇപ്പോൾ ഈ കുറച്ച് മല്ലിയില നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കാട്ടുമല്ലിയാണ് നമ്മൾ ഇതിനുവേണ്ടി എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇറച്ചിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. 5 വിസിലാണ് നമ്മൾ ഇതിനു വേണ്ടി അടുപ്പിച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇറച്ചിയെല്ലാം വെന്തിട്ടുണ്ട്. നമ്മൾ അധികം വെള്ളം ചേർത്തില്ല, ബീഫിൽ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ഇറങ്ങിക്കോളും. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ടൊമാറ്റോ പേസ്റ്റ് നമ്മൾ ചേർത്തില്ലായിരുന്നു. കറി ബീഫ് വെന്ത ശേഷം നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇനി ഒരു പാത്രം വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ ഊറ്റിയിട്ട് നമുക്ക് ചെറിയ ചുവന്ന ഉള്ളി അത് അരിഞ്ഞ് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഉലുവ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ താളിച്ചെടുത്ത ഇത് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ താളിച്ച് ബീഫ് കറി സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഓക്കെ, ബൈ ബൈ.